iPlus Training Solution's പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോകെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: if 0.5 ampere current is passed through acidified silver nitrate solution for 100 minutes, the mass of silver deposited on the cathode is. അപ്പം അവരെന്ത് തന്നിട്ടുണ്ട്? ഇക്വലന്റ് മാസ് ഓഫ് AgNO3 തന്നിട്ടുണ്ട് 108 എന്ന്. ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് കാണേണ്ടത്? ദി മാസ് ഓഫ് സിൽവർ ഡിപ്പോസിറ്റഡ് ആണ്. എത്രത്തോളം സിൽവർ എവിടെ കാഥോഡ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഐ തന്നിട്ടുണ്ട്, എന്താണ് ടിയും തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് വേണ്ടത്? നമുക്ക് W ആണ് വേണ്ടത്. ഓക്കെ, മാസ്. ഓപ്ഷൻസ് നോക്കാം, നമുക്ക് ആൻസറിലേക്ക് പോകാം. അപ്പം ഇത് എന്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഫാരഡേസ് ലോയെ വെച്ചിട്ടുള്ളതാണ്. ഫാരഡേസ് 2 ലോ ഉണ്ട്. ഒന്നാമത്തെ ലോ എന്താണ് പറയുന്നത്? ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ്, നമുക്കപ്പം ക്വസ്റ്റ്യൻ വേണ്ട ഭാഗം ഇതാണ്. ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ്, എന്താണ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ്. എന്താണ്? എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ദി മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ചാർജ് പാസ്ഡ്. ചാർജ് പാസ് ചെയ്തതിന് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം? മാസിനെ M എന്നും ചാർജിനെ Q എന്നും കൊടുത്തു കഴിഞ്ഞാൽ M ഈസ് പ്രൊപ്പോർഷണൽ ടു Q എന്ന് പറയാം. ഓക്കെ, സോ M മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഇൻ ഗ്രാംസ് ആണ്. ഓർത്തിരിക്കുക, എപ്പോഴും യൂണിറ്റ്സ് ഓർത്തിരിക്കണം. ഇപ്പം കിലോഗ്രാമിലാണെങ്കിൽ കൺവേർട്ടഡ് ടു ഗ്രാം ആക്കണം. ഓക്കെ, സോ ഇൻ ഗ്രാംസ് ആണ് മാസ് ഡിപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ്. Q എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ചാർജ് ആണ്. അതെന്താണ്? കൂളോംസിലായിരിക്കും. യൂണിറ്റ് എന്താണ്? കൂളോംബിലാണ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം or electricity pass through it എന്ന് പറയും. Q എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഇറ്റ് ആണ്. അതല്ലേ പറയാം നമുക്ക് എമൗണ്ട് ഓഫ് ചാർജ് ആണെന്ന് പറയാം. ഓക്കെ, സോ എന്ത് ചെയ്യുകയാണ്? നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി M പ്രൊപ്പോർഷണൽ ടു Q ആയിരുന്നു. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ M is equal to Z into Q എന്ന് വരുന്നു. ഇവിടെ Z-നെ പറയുന്ന പേരെന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയാം. സോ ഇതിൻ്റെ യൂണിറ്റ് എന്തായിട്ട് വരും? ഗ്രാംസ് പെർ കൂളോം വരും. എന്ത് വരും? ഗ്രാംസ് പെർ കൂളോം വരും. കാരണം എന്താണ്? മാസിൻ്റെ ഗ്രാമും Q എന്താണ്? കൂളോംബും ആകുമ്പോൾ നമുക്ക് പറയാം മാസ് പെർ കൂളോംബാണ് എന്തിൻ്റെ ചാർജ്? Z-ന്റെ ചാർജ് വരുന്നത്. ഇതിനെ പറയുന്ന പേര്, നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് Z-നെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. എന്താണ്? ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. സോ Z ഈസ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് deposited at the electrodes during electrolysis by passing 1 coulomb of charge. അപ്പോൾ എന്താണ്? M is equal to Z ആവും. എപ്പോൾ M is equal to Z ആവുന്നത് എപ്പോഴാണ്? Q 1 ആകുമ്പോൾ, അല്ലേ? സോ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പറയാം Z എന്ന് വെച്ചാൽ ഇലക്ട്രോകെമിക്കൽ ഇക്വലൻസ് ഇസ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ്. എന്താണ്? ഇത് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഇലക്ട്രോഡ്സ് ആണ്. എപ്പോൾ? ഒരു കൂളോംബ് ഓഫ് ചാർജ് അതുവഴി പാസ് ചെയ്യുമ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എന്താണ്? സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് ഇലക്ട്രോകെമിക്കൽ ഇക്വലൻസ് Z എന്ന് പറയുന്നത്. സോ നോക്കുക, Q is equal to 1 ആകുന്നു. പിന്നെന്താണ്? I എന്ന് Q is equal to 1 അല്ല, Q is equal to IT. ഇക്വേഷൻ എന്താണ്? Qൻ്റെ ഇക്വേഷൻ ആണ്. Q is equal to IT. ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഇൻ ടേംസ് ഓഫ് ആംബിയേഴ്സ് ആണ്. ആൻഡ് T ഇൻ സെക്കൻഡ്, ടൈം ആണ് T ഇൻ സെക്കൻഡ്. സോ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? മാസ് ഇസ് ഈക്വൽ ടു Z ഇൻറ്റു IT എന്ന് കൊടുക്കാം. ഓക്കെ, മാസ് ഇസ് ഈക്വൽ ടു Z ഇൻറ്റു IT എന്ന് കൊടുക്കാം. ഇനി Z കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Z ഇസ് ഈക്വൽ ടു ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 1 ഫാരഡേ ആണ്. ഓക്കെ, ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡ് ബൈ 1 ഫാരഡ്. 1 ഫാരഡിൻ്റെ വാല്യൂ എത്രയാണ്? 96,500 ആണ് 1 ഫാരഡ് എന്ന് പറയുന്നത്. സോ W എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? W ഇസ് ഈക്വൽ, M or W എനി വാല്യൂ നമുക്ക് എടുക്കാം. M or W ഇസ് ഈക്വൽ ടു എന്താണ്? Z എന്ന് പറയുന്നത് ഇക്വലന്റ് വെയിറ്റ് ബൈ 1 ഫാരഡ് ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I ഇൻറ്റു T കൊടുക്കാം. ക്വസ്റ്റ്യന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? IT തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയുന്നത്?
എന്താണ് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ്. ഓക്കെ, ഇക്വലന്റ് വെയിറ്റ് കാണാം. ഇപ്പം നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചില കേസിൽ എന്ത് തരില്ല, ഇക്വലന്റ് വെയിറ്റ് അവർ തരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നേക്കുന്ന കോമ്പൗണ്ടിന്റെ മോളിക്കുലർ മാസ് കാണണം, ഡിവൈഡഡ് ബൈ വാലൻസി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വലന്റ് വെയിറ്റ് കിട്ടും. ഓക്കെ, സോ W ഈസ് ഈക്വൽ ടു ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു IT എന്ന് കൊടുക്കാം. ഓക്കെ, സോ ആ ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക, എത്ര വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ ഫാരഡേയുടെ സെക്കൻഡ് ലോ ഉണ്ട്. എന്താണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഓൺ പാസിംഗ് a certain amount of charge is directly proportional to its chemical equivalent weight. എന്താണ്, എത്രയാണോ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഇലക്ട്രോഡിൽ, നമ്മുടെ എത്ര എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്താണ്, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ്. അതിൻ്റെ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റിന് പ്രപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. ഓക്കെ, അതല്ല എങ്കിൽ നമുക്ക് പറയാം, when the same quantity of electricity is passed through several electrolytes. അപ്പോൾ എന്താണ്, നമ്മൾ പല ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെന്നിരിക്കട്ടെ, ഈ പല ഇലക്ട്രോലൈറ്റ്സിനും എന്താണ് നമ്മൾ കടത്തിവിടുന്നു, ഒരേ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു. ഓക്കെ, എന്താണ്, when same quantity of electricity passed through several electrolytes, the mass of substance deposited, എന്താണ്, മാസ് ഡിപ്പോസിറ്റ് ചെയ്ത മാസ്, ഇവിടെ M1 ആയിരിക്കും, ഇവിടെ M2 ആയിരിക്കും, ഇവിടെ M3 ആയിരിക്കും. ഓക്കെ, which is എന്തായിരിക്കും, proportional to their respective equivalent weight. E1 ആണ് equivalent weight എങ്കിൽ M1 is proportional to E1, M2 is proportional to E2, M3 is proportional to E3 എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ എത്രയാണ് ഒരേ എമൗണ്ട് ഇലക്ട്രിസിറ്റി ആണ് ഇലക്ട്രോലൈറ്റ്സിലൂടെ പാസ് ചെയ്തെങ്കിൽ ഇവിടെ ഇക്വലന്റ് വെയിറ്റിന് പ്രപ്പോർഷണൽ ആയിരിക്കും എമൗണ്ട് ഓഫ് എന്താണ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ്. അതാണ് നമ്മളുടെ സെക്കൻഡ് ലോ ഓഫ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൽ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ പറയാം, എന്താണ് വെയിറ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡിപ്പോസിറ്റഡ് ഈസ് പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് ഇക്വലന്റ് വെയിറ്റ് എന്ന് പറയാം. ഇവിടെ W മാസ് ഓഫ് ദി സബ്സ്റ്റൻസും ഈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റൻസും ആണ്. സോ നമുക്ക് പല ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, W1 by W2 ഈസ് ഈക്വൽ ടു E1 by E2 എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, W1 by E1 ഈസ് ഈക്വൽ ടു സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആണെങ്കിൽ, I എന്താണ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം W1 by E1 ഈസ് ഈക്വൽ ടു W2 by E2 ഈസ് ഈക്വൽ ടു W3 by E3 എക്സെട്ര നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇതാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ പോർഷൻ പഠിക്കാം, ഇക്വേഷൻസ് ഒക്കെ മനസ്സിലാക്കി വെക്കാം. സോ ഈ ക്വസ്റ്റ്യനിൽ അവർ തന്നേക്കുന്നത് എന്താണ്, അവർ പറയുന്നുണ്ട് AgNO3യുടെ ഇക്വലന്റ് വെയിറ്റ് എത്രയാണെന്ന് പറഞ്ഞു, 108 ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ 108 ആണ്. പിന്നെ ടൈം എത്രയാണ്, 100 എന്താണ് ടൈം എത്രയാണ്, 100 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 100 മിനിറ്റ്സ് എന്നല്ലേ തന്നേക്കുന്നത് ക്വസ്റ്റ്യനകത്ത്, 100 മിനിറ്റ്സും തന്നിട്ടുണ്ട്. സോ നമുക്ക് പറഞ്ഞു ടൈം ഇൻ എന്താണ് സെക്കൻഡ്സ് ആണ് അല്ലേ, ടൈം ഇൻ സെക്കൻഡ്സിലാണ് നമുക്ക് വേണ്ടത്. സോ ആൻസർ എങ്ങനെ എഴുതാം, ടൈം ഇൻറ്റു 100 മിനിറ്റ് ആണെങ്കിൽ സെക്കൻഡ്സ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 6000 സെക്കൻഡ്സ് എന്ന് കിട്ടും. ഇക്വലന്റ് വെയിറ്റ് 108 ആണ്. കറണ്ട് എത്രയാണ് തന്നേക്കുന്നത്, I is equal to 0.5A ആണ്. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, W is equal to ഇക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I ഇൻറ്റു T എന്ന് എഴുതാം. സോ W is equal to എന്ത് വരും, 108 ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു 5 അല്ല 0.5 ഇൻറ്റു 6000 വരും. അപ്പോൾ ആൻസർ എത്ര വരും നമുക്ക്, 3.357 വരും. ക്വസ്റ്റ്യന് 0.5 ആണോ 5 ആണോ നമുക്ക് കറണ്ട് തന്നേക്കുന്നത് നോക്കാം. 0.5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് കറക്റ്റ് ആൻസർ അവിടെ കിട്ടും. ഓക്കെ, സോ ആൻസർ ഏതാണ് വരുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ആൻസർ 3.36 എന്ന് വരും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രെഡിക്റ്റഡ് EMF ഓഫ് ദി ഇലക്ട്രോകെമിക്കൽ സെൽ അയൺ S എന്താണ് ബാർ Fe2+. അപ്പോൾ അവിടെ എന്താണ് അവർ അത് തന്നിട്ടുണ്ട്, മൊളാരിറ്റി അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് CD2+,
bar CDS is given that എത്രയാണ് പറയുന്നത് അവര് ചോദിക്കുന്നത് ഇത്രയാണ് predicted EMF of the electrochemical cell ആണ് ഈ electrochemical cellന്റെ EMF ആണ് ചോദിച്ചേക്കുന്നത് നമുക്ക് അപ്പോൾ അവർ എന്തൊക്കെ തന്നിട്ടുണ്ട് E0 of Fe2 plus bar Fe തന്നിട്ടുണ്ട് അതുപോലെ തന്നെ E0 of CD2 plus bar CD തന്നിട്ടുണ്ട് സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം EMF of the electrochemical cell കണ്ടെത്തണം സോ നോക്കാം എങ്ങനെ കാണാം നമുക്കറിയാം E0 സെൽ എന്ന് പറയുന്നത് എന്താണ് E0 സെൽ is equal to ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണ് സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ കാഥോഡിന്റെ വാല്യൂ എത്രയാണ് വന്നത് നമുക്ക് -0.403 വന്നു ഇവിടെ എന്ത് വന്നു മൈനസ് ഏറ്റവും നിങ്ങൾ എങ്ങനെയാണ് ആനോഡും കാഥോഡും മനസ്സിലാക്കുക നമ്മൾ നോക്കേണ്ടത് ഒന്നുകിൽ നോക്കുക എന്താണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഏതാണെന്ന് നോക്കാം ഓക്കെ എന്താണ് രണ്ട് നെഗറ്റീവ് വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ ഏറ്റവും വലിയ നെഗറ്റീവ് വാല്യൂ ഏതാണോ അതായിരിക്കും എന്ത് ആനോഡായിട്ട് വരിക എന്താണ് ഏറ്റവും വലിയ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ആനോഡായിട്ട് വരിക രണ്ട് പോസിറ്റീവ് ആണെങ്കിലോ രണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്തായിരിക്കും കാഥോഡായിരിക്കും ഓക്കെ സോ നമുക്കിവിടെ ഈ സെൽ എന്ന് പറയുന്നത് എത്ര കിട്ടും 0.044 വോൾട്ട് കിട്ടും ഓക്കെ സോ ആൻസർ എത്രയാണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദി സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് an electrolyte solution is 0.2 ohm inverse centimeter inverse and the cell constant is 0.25 centimeter inverse the conductance of the solution is അതായത് ഓം ഇൻവേഴ്സിലുള്ള കണ്ടക്ടൻസ് ആണ് ചോദിച്ചേക്കുന്നത് എന്തൊക്കെ തന്നിട്ടുണ്ട് സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട് എത്രയാണ് 0.2 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സിന് സ്പെസിഫിക് കണ്ടക്ടൻസ് തന്നിട്ടുണ്ട് പിന്നെന്താ സെൽ കോൺസ്റ്റന്റ് തന്നു 0.25 സെൽ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ സോ കണ്ടക്ടൻസ് ആണ് നമുക്ക് കാണേണ്ടത് അപ്പം റിലേഷൻഷിപ്സ് നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്താണ് കണ്ടക്ടൻസ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ സൊല്യൂഷൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഈസ് ഡ്യൂ ടു മൈഗ്രേഷൻ ഓഫ് അയോൺസ് വെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദി ടു ഇലക്ട്രോഡ്സ് രണ്ട് ഇലക്ട്രോഡ്സിനിടയിലൂടെ നമ്മളൊരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാകും മൈഗ്രേഷൻ ഓഫ് അയോൺസ് ഉണ്ടാകും അല്ലേ മൈഗ്രേഷൻ ഓഫ് അയോൺസ് ഉണ്ടാകും അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും ഇലക്ട്രിസിറ്റി അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടാകും സോ ദി ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ സൊല്യൂഷൻ എന്തുകൊണ്ടാണ് സൊല്യൂഷനിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദി മൈഗ്രേഷൻ ഓഫ് അയോൺസ് മൈഗ്രേഷൻ ഓഫ് അയോൺ കൊണ്ടാണ് എപ്പോഴാണ് ഈ മൈഗ്രേഷൻ ഓഫ് അയോൺ നടക്കുന്നത് രണ്ട് ഇലക്ട്രോലൈറ്റ്സിനിടയ്ക്ക് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൈഗ്രേഷൻ ഓഫ് അയോൺസ് നടക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യും ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നു ഓക്കെ സോ നമുക്ക് പറയാം ദി കാറ്റയോൺസ് വിച്ച് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ത് ചെയ്യും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാറ്റയോൺസ് എന്ന് വെച്ചാൽ എന്താണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അല്ലേ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അവരെന്ത് ചെയ്യും അവർ എങ്ങോട്ടായിരിക്കും പോകുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിലേക്ക് പോകും എങ്ങോട്ട് പോകും കാറ്റയോൺസ് എന്ന് വെച്ചാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് അവരെങ്ങോട്ട് പോകുന്നു നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ്സിലേക്ക് പോകുന്നു ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് എന്ത് കാഥോഡ് എന്താണ് കാഥോഡ് അപ്പൊ ഒന്നുകൂടെ ഓർക്കാം കാറ്റയോൺസ് പോകുന്നത് എവിടെയോ എങ്ങോട്ടാണ് കാഥോഡിലേക്കാണ് ഇനി കാറ്റയോൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് അത് ഏത് ഇലക്ട്രോഡ് ആയിരിക്കും അത് കാഥോഡ് എന്ന് പറയുന്നത് അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് ആയിരിക്കും ഇനി നിങ്ങൾ ആനോഡിന്റെ കേസ് നോക്കുക ആനയോൺസ് ഏത് ചാർജ് ഉള്ളവരാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് സോ നെഗറ്റീവ്ലി ചാർജ്ഡ് എവിടോട്ടായിരിക്കും അട്രാക്ട് ചെയ്യുക പോസിറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡിലേക്കായിരിക്കും പോകുന്നത് ഈ പോസിറ്റീവ്ലി ചാർജ് ഇലക്ട്രോഡിനെ പറയുന്ന പേരാണ് എന്ത് ആനോഡ് എന്തുകൊണ്ട് ആനയോൺസ് പോകുന്ന സ്ഥലമായതുകൊണ്ട് ആ ഇലക്ട്രോഡിനെ നമുക്ക് ആനോഡ് എന്ന് പറയാം സോ എന്താണ് കാഥോഡ് എന്താണ് ആനോഡ് അതിൻ്റെ രണ്ടും ചാർജും ഓർത്തിരിക്കാം The case with which the electricity flows through a solution is called the conductance of the solution. നമ്മൾ resistance and conductance കേട്ടിട്ടുണ്ടല്ലേ റെസിസ്റ്റൻസ് എന്താണ് ഒരു തടസ്സം അല്ലേ കറണ്ടിന്റെ ഫ്ലോയ്ക്കുള്ള തടസ്സമാണ് റെസിസ്റ്റൻസ് എങ്കിൽ ഇതിന്റെ ഫ്ലോയെ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടറാണ് അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ഈസിനെസ് ആണ് എന്തെന്ന് പറഞ്ഞത് കണ്ടക്ടൻസ് അതിന്റെ റിവേഴ്സ് ആണ് കേട്ടോ ഇൻവേഴ്സ് ആണ് എന്ത് കണ്ടക്ടൻസ് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ് റെസിസ്റ്റൻസ് തടസ്സമാണ് പ്രതിരോധമാണെങ്കിൽ ഇവിടെ എന്താണ് എത്രത്തോളം എളുപ്പം കറണ്ടിന് മൂവ് ചെയ്യാമെന്നുള്ളതാണ് എന്ത് നമ്മളുടെ കണ്ടക്ടൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റൻസ് ആർ ആണ് റെസിസ്റ്റൻസ് എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ കണ്ടക്ടൻസ് പല ടെക്സ്റ്റിനും പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യും ചിലപ്പോൾ സി എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട് ചില ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്
G എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് പറയാം കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1/R എന്ന് പറയും. എന്താണ് കണ്ടക്ടൻസ് ഇസ് ഈക്വൽ ടു 1/R ആണ്. നമുക്കറിയാം R എന്താണ് നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഓമിലാണെങ്കിൽ 1/R എന്തായിരിക്കും ഓം ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി യൂണിറ്റ് കോൾഡ് റെസിപ്രോക്കൽ ഓം ഓർ ഓം ഇൻവേഴ്സ് നമുക്ക് പറയാം. എന്താണ് ഓം ഇൻവേഴ്സിലായിരിക്കും കണ്ടക്ടൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. SI സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നിങ്ങളോട് ചോദിക്കാം കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം. എന്താണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്? സീമൻ. എസ് എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കണ്ടക്ടൻസിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ്? നമുക്ക് തന്നേക്കുന്ന ഒരു പാട്ടേ മുതലേ സ്പെസിഫിക് കണ്ടക്ടൻസ്. എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ്? Resistance of any conductor varies directly as its length and inversely as its cross-sectional area. അതായത് നമ്മൾ R നോക്കുകയാണ്, നമ്മൾ പറയുന്നതാണ് R is directly proportional to length of the wire and inversely proportional to its എന്താണ് cross-sectional area of the wire എന്ന് പറയും അല്ലേ. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് ദി വയറിന് ഡയറക്ട്ലി ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു, അതുപോലെ ഏരിയ എന്താണ് കുറയുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ പറയാം ഏരിയ എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം. സോ R is equal to R is proportional to L/A എന്ന് എഴുതാം. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ എന്താണ് ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. സോ R is equal to റോ ഇൻറ്റു L/A എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഇവിടെ ഈ റോയെ പറയുന്ന പേരാണ് എന്ത് സ്പെസിഫിക് കണ്ടക്ടൻസ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്നും പറയാം. ഓക്കെ, സോ റോ ഈസ് എ കോൺസ്റ്റന്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. ഓക്കെ, എന്താണ് നമ്മൾ എടുത്ത മെറ്റീരിയലിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് എന്ത് റോ എന്ന് പറയാം. ഇതിനെ പറയുന്ന പേരെന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ എന്നോ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ എന്നോ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ഇനി എന്താണ് റോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? L is equal to 1 മീറ്ററും അതുപോലെ തന്നെ A is equal to 1 മീറ്റർ സ്ക്വയറും ആകുമ്പോൾ ഉള്ള റെസിസ്റ്റൻസ് ആണ് എന്ത് റെസിസ്റ്റിവിറ്റി, അതല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. എന്താണ് എന്താണ് യൂണിറ്റ് ലെങ്തിലും യൂണിറ്റ് എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലുമുള്ള റെസിസ്റ്റൻസ് ആണ് എന്ത് റെസിസ്റ്റിവിറ്റി. സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Specific resistance is defined as the resistance of a specimen. ഒരു സ്പെസിമെന്റെ റെസിസ്റ്റൻസ് ആണ് എപ്പോഴുള്ള 1 മീറ്റർ ലെങ്ത് ആൻഡ് 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ. 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷനുമുള്ള ഒരു സ്പെസിമെന്റെ എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? In other words, it is the resistance of 1 meter cube of the material. നിങ്ങളോട് ചോദിക്കാം എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാം എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് റെസിസ്റ്റിവിറ്റി, എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. നീ ഒരു പറയും നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന 1 മീറ്റർ ലെങ്തും 1 മീറ്റർ സ്ക്വയർ എന്താണ് ക്രോസ് സെക്ഷനും ആണെങ്കിൽ അതെന്താണ് നമുക്ക് പറയാം എന്താണ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റിവിറ്റി. അതല്ലെങ്കിൽ പറയാവുന്ന മറ്റൊന്നാണ് ഇറ്റ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ 1 meter cube of the material. 1 meter cube of the materialന്റെ എന്താണ് ലെങ്തും അതിന്റെ ഏരിയയും അല്ലേ. സോ 1 meter cube of the മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് എന്ത് റെസിസ്റ്റിവിറ്റി, അതല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കാം നമുക്ക് വേണ്ട ടൈം എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസിന്റെ ആറിന്റെ ഇൻവേഴ്സ് ആണ് എന്ത് ആറിന്റെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് കണ്ടക്ടൻസ്. അതുപോലെ തന്നെ റോയുടെ അല്ലെങ്കിൽ എന്താണ് റോയുടെ ഇൻവേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കണ്ടക്റ്റീവ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയും. സോ ദി റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടക്ടൻസ് ആണെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സിനെ പറയുന്ന പേരാണ്, റെസിപ്രോക്കലിനെ പറയുന്ന പേരാണ് എന്ത് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയും. എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടൻസ് ഓഫ് 1 meter cube of material. നമ്മൾ പറഞ്ഞു എന്താണ് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് 1 meter cube of മെറ്റീരിയൽ ആണെങ്കിൽ കണ്ടക്ടൻസ് ഓഫ് 1 meter cube ഓഫ് ദീസ് മെറ്റീരിയലിനെ പറഞ്ഞ പേരാണ് എന്ത് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയും. എന്താണ് സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറയാം. ഓക്കെ,
ഓക്കെ, സോ ഇറ്റ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ കാപ്പ. ഓക്കെ, കാപ്പ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ജനറൽ ആയിട്ട് സ്പെസിഫിക് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഓർത്തിരിക്കാം. സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയെ പറയുന്നത് എന്താണ്? കാപ്പ എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് കണ്ടക്റ്റൻസ്, എന്താണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്, എന്താണ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമുക്ക് പറയാം കാപ്പ ഇസ് ഈക്വൽ ടു 1/ρ ആണ് ഇല്ലേ? കാപ്പ ഇസ് ഈക്വൽ ടു 1/ρ ആണ്. സോ നമുക്ക് ആറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? R ഇസ് ഈക്വൽ ടു ρ ഇൻറ്റു L/A ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? കണ്ടക്റ്റൻസ് C ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കാപ്പ, സി അല്ലെങ്കിൽ ജി. ഓക്കെ, ജി ഇസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു A/L ആയിരിക്കും എന്ത്? കണ്ടക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ? സോ കാപ്പ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കാപ്പ ഇസ് ഈക്വൽ ടു L/A അല്ലേ? എന്ത് എഴുതാം? കാപ്പ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ L/A ഇൻറ്റു ജി എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ ഇക്വേഷൻ L/A ഇൻറ്റു 1/R എന്ന് കൊടുക്കാം. ഓക്കെ, സോ കാപ്പയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഒന്നുകിൽ നമുക്ക് പറയാം L/A ഇൻറ്റു 1/R ഇസ് ഈക്വൽ ടു കാപ്പ, ഓർ L/A ഇൻറ്റു കണ്ടക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാം, കണ്ടക്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന എന്തിലായിരുന്നു? ഇൻ SI യൂണിറ്റിൽ സീമനിലായിരുന്നു. ലെങ്ത് എന്തിലാണ്? ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? കാപ്പ ഇസ് ഈക്വൽ ടു L/A ഇൻറ്റു കണ്ടക്റ്റൻസ് അല്ലേ? നമുക്ക് യൂണിറ്റ് നോക്കാം. ലെങ്ത് എന്തിലായിരുന്നു? മീറ്ററിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഏരിയ എന്തായിരുന്നു? കാപ്പ ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കാം, ലെങ്ത് എമ്മിലായിരുന്നു, ഇത് മീറ്റർ സ്ക്വയറിലാണ്. എന്താണ്? കണ്ടക്റ്റൻസ് എസ്സിലാണ്. ഓക്കെ, കണ്ടക്റ്റൻസ് എന്തിനാണ്? എസ് റെപ്രസെന്റ് ചെയ്യുന്നു. സോ നമുക്ക് യൂണിറ്റ് ഓഫ് കാപ്പ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയറും മീറ്ററോട് ക്യാൻസൽ ചെയ്താൽ സീമൻ മീറ്റർ റേസ് ടു -1. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് സ്പെസിഫിക് കണ്ടക്റ്റൻസ്? എന്താണ്? വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്താണ്? സീമൻ മീറ്റർ റേസ് ടു -1. ഇൻ ടേംസ് ഓഫ് ഓം ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക എന്താണ്? യൂണിറ്റ് ഓഫ് സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഇസ് ഈക്വൽ ടു സീമൻ മീറ്റർ റേസ് ടു -1 ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ഒരു ടീമാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്. എന്താണ്? ഇക്വലന്റ് കണ്ടക്റ്റൻസ്. എന്താണ് ഇക്വലന്റ് കണ്ടക്റ്റൻസ്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓൾദോ ഇസ് സ്യൂട്ടബിൾ പ്രോപ്പർട്ടി ഫോർ ക്യാരക്ടറൈസിങ് മെറ്റാലിക് കണ്ടക്റ്റൻസ് ഈസ് നോട്ട് സോ ഫോർ ക്യാരക്ടറൈസിങ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ്. അപ്പോൾ ഓർത്തിരിക്കുക എന്താണ്? മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസ് നമുക്ക് സ്പെസിഫിക് കണ്ടക്റ്റൻസ് വളരെ യൂസ്ഫുൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ് ആകുമ്പോൾ ഇലക്ട്രോലൈറ്റ്സിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ മറ്റൊരു ടീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേർ ദി വാല്യൂ എമംഗ്സ് അതർ തിങ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ അല്ലേ? സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്? ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? നമ്മൾ അവിടെ കോൺസെൻട്രേഷന്റെ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്റ്റൻസ് പറയുന്നത്. വൈൽ മെഷറിംഗ് കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ സൊല്യൂഷൻ another quantity of much greater significance is known as equivalent conductance is frequently used. അപ്പം നോക്കാം, മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേം എന്താണ്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ആണെങ്കിൽ. ഇൻ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്റ്റൻസ്, ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിലുള്ള കണ്ടക്റ്റൻസ് ആണെങ്കിലോ ഇക്വലന്റ് കണ്ടക്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഓർത്തിരിക്കുക, അവിടെ എന്തായിരിക്കും? നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി നോക്കാം, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദി കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 gram ഇക്വലന്റ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ. അപ്പോൾ എന്താ? ഒരു ഗിവൺ സൊല്യൂഷനിൽ 1 gram ഇക്വലന്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവർ ആണ് എന്തെന്ന് പറഞ്ഞത്? നമ്മളുടെ ഇക്വലന്റ് കണ്ടക്റ്റൻസ്. നമുക്കറിയാം എന്താണ്? ബിക്കോസ് ഓഫ് ദി അയോൺസിന്റെ പ്രസൻസ് കൊണ്ടാണ് കണ്ടക്റ്റൻസ് ഉണ്ടാവുന്നത് അല്ലെ? ഇൻ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് എന്താണ്? ബിക്കോസ് ഓഫ് ദി അയോൺസ്, മൂവ്മെന്റ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് അയോൺസ് മൂലമാണ്. സോ നമുക്ക് പറയാം എന്താണ് ഇക്വലന്റ് കണ്ടക്റ്റൻസ്? ഇറ്റ് ഈസ് ദി കണ്ടക്ടിങ് പവർ. ഇതൊരു കണ്ടക്ടിങ് പവർ ആണ്. ആരുടെ? ഓഫ് ഓൾ ദി അയോൺസ്. എല്ലാ അയോൺസും എവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 1 gram ഇക്വലന്റ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഒരു ഗിവൺ സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ അയോൺസിന്റെയും കണ്ടക്ടിങ് പവർ കൊണ്ടാണ്, കണ്ടക്ടിങ് പവർ ആണെന്ന് പറയുന്നത് നമ്മുടെ ഇക്വലന്റ് കണ്ടക്റ്റൻസ് ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ ഇക്വലന്റ് എന്ന് പറയുന്നത് എന്താണ്? 1000 kappa/n ആണ്. എന്താണ്? 1000 kappa/n ആണ്. ഇവിടെ n എന്ന് വെച്ചാൽ എന്താണ്? നോർമാലിറ്റി ആണ്.
ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കാം എന്താണ് നമ്മളുടെ ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ചോദിക്കാം. എന്താണ്? സീമൻ മീറ്റർ സ്ക്വയർ ആണ് ഇക്വലന്റ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആയിട്ട് വരിക. അടുത്തത് മോളാർ കണ്ടക്ടൻസ്. അടുത്ത ടൈം ആണ് എന്ത്? മോളാർ കണ്ടക്ടൻസ്. ഇവിടെ നോക്കാം. ഇറ്റ് ഈസ് കസ്റ്റമർലി ടു എക്സ്പ്രസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഇൻ ടേംസ് ഓഫ് മോളാർ കണ്ടക്ടൻസ്. അതായത് മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നു. വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്ടിങ് പവർ ഓഫ് ഓൾ ദി അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 mole ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഇൻ എ ഗിവൺ സൊല്യൂഷൻ. 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് ഒരു ഗിവൺ സൊല്യൂഷൻ. നമ്മൾ നേരത്തെ എന്താണ് പറഞ്ഞത്? ഗ്രാം ഇക്വലന്റ് എന്നാണ് പറഞ്ഞത് അല്ലേ? സോ ഇവിടെ എങ്ങനെയല്ല, 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് നമ്മുടെ സൊല്യൂഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ കണ്ടക്ടിങ് പവർ ആണ് എന്ത്? മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. എന്താണ് മോളാർ കണ്ടക്ടൻസ്? ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എന്താണ്? ലാംഡ എം എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സോ ലാംഡ എം ഇസ് ഈക്വൽ ടു 1000 കാപ്പ ബൈ എം ആണ്. എന്താണ്? 1000 കാപ്പ ബൈ എം. അപ്പൊ നിങ്ങൾ കോമൺ ആയിട്ട് എടുക്കുന്നത് 1000 കാപ്പ ബൈ സി എന്നങ്ങ് ഓർക്കുക. സി കോൺസെൻട്രേഷൻ ആണ്. ഇപ്പൊ നോർമാലിറ്റി ടൈമിലാണെങ്കിൽ എന്താണ് അത് നമുക്ക് ഇക്വലന്റ് കണ്ടക്ടൻസ് ആയി. അതല്ല ഇൻ ടൈംസ് ഓഫ് മോൾസ് ആണെങ്കിൽ എന്തായി മാറി? ലാംഡ എം മോളാർ കോൺസെൻട്രേഷൻ ആയി. ഓക്കെ, സോ നമുക്ക് യൂണിറ്റ് പറയുകയാണെങ്കിൽ ലാംഡ എമ്മിന്റെ യൂണിറ്റ് എന്താണ്? സീമൻ മീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ് ഇതിന്റെ യൂണിറ്റ് വരിക. ഇനി നോക്കാം എന്താണ് കണ്ടക്ടൻസ് ഒബ്റ്റെയിൻ how to be multiplied by a certain factor in order to get the specific conductance. അപ്പോൾ നിങ്ങളോട് നോക്കുമ്പോൾ അറിയാം സെൽ കോൺസ്റ്റന്റ് എന്താണെന്ന് ചോദിക്കാം. നമ്മുടെ കണ്ടക്ടൻസിനോട് കൂടി എന്ത് കിട്ടാൻ? സ്പെസിഫിക് കണ്ടക്ടൻസ് കിട്ടാൻ വേണ്ടി കാപ്പ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടക്ടൻസിനോട് കൂടി ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ ഫാക്ടറിന്റെ പേരാണ് എന്ത്? നമുക്ക് സെൽ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കെ സെൽ എന്ന് പറയാം. സോ കാപ്പ ഇസ് ഈക്വൽ ടു, കാപ്പയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കാപ്പ ഇസ് ഈക്വൽ ടു എൽ ബൈ എ ഇൻറ്റു കണ്ടക്ടൻസ് ആണ്. സോ ഈ എൽ ബൈ എ പറയുന്ന പേരാണ് എന്ത്? കണ്ടക്ടൻസ്. സോ നമുക്ക് കണ്ടക്ടൻസ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് എ മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി കണ്ടക്ടൻസിനോടൊപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ വാല്യൂ, ആ ഒരു കോൺസ്റ്റന്റിനെ പറഞ്ഞ പേരാണ് എൽ ബൈ എ. ഓക്കെ, സോ നമുക്ക് എൽ ബൈ എ നോക്കാം. എൽ ബൈ എ ആണ് സെൽ കോൺസ്റ്റന്റ്. എൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ആണ്. എ എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്സ് ആണ്. സോ ക്രോസ് സെക്ഷണൽ ഏരിയ എന്താണ്? നമുക്ക് എയും ലെങ്ത് എല്ലും ആണെങ്കിൽ നമുക്ക് എൽ ബൈ എ പറഞ്ഞ പേരാണെന്ത്? നമുക്ക് സെൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. അതിന്റെ യൂണിറ്റ് ഓർത്തിരിക്കാം, മീറ്റർ റേസ് ടു -1 ആണ്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? കാപ്പ ഇസ് ഈക്വൽ ടു 0.2 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരുന്നു. എൽ ബൈ എ സെൽ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 0.25 എന്താണ്? നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. നമ്മളോട് ചോദിച്ച സ്പെസിഫിക് കണ്ടക്ടൻസ് കാണാനല്ല, കണ്ടക്ടൻസ് ഓഫ് ദി സൊല്യൂഷൻ കാണാനാണ്. സോ കണ്ടക്ടൻസ് G is equal to kappa into A by L വരുന്നു. ഓക്കെ, സോ ജി കാപ്പയുടെ വാല്യൂ എത്രയായിരുന്നു? 0.02 ആണ് കാപ്പ, ഡിവൈഡഡ് ബൈ 0.25 അല്ലേ? നമുക്ക് എന്താണ്? എൽ ബൈ എ ആണ് നമുക്ക് എന്ത് വന്നത്? 0.25 തന്നത്. സോ എ ബൈ എൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 0.25 ചെയ്യണം. എത്ര കിട്ടും? 0.8 ഓം ഇൻവേഴ്സ് ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇതേ മോഡലിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് NCERT ടെക്സ്റ്റിലും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും കിട്ടുന്നതാണ്. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.